ചിലപ്പോൾ തല്ലുകൊള്ളുന്നൊരു സാധനമാണ് എന്നാലും ഞാൻ പറയാനുള്ളത് പറയണല്ലോ. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഒരു വണ്ടി ഉണ്ട് ഇൻസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കണ്ണൂർ എത്തണ്ട, തലശ്ശേരി ഭാഗത്താണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അത് ഏത് ഭാഗത്താണ് വണ്ടീൻ്റെ ഓർഡർ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന ഭാഗത്താണെന്ന് പറഞ്ഞിടത്ത് ഞാൻ പറഞ്ഞു ആ വണ്ടി വിട്ടേക്കെന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒഴിവാക്കേണ്ട ചില വണ്ടികളുണ്ട്. ഒഴിവാക്കേണ്ട വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ബീച്ച് ഏരിയ ചിലപ്പോൾ തല്ലുകൊള്ളുന്നൊരു സാധനമാണ് എന്നാലും ഞാൻ പറയാനുള്ളത് പറയണല്ലോ. ഈ വെള്ളം എന്ന് പറയുന്നത് ഉപ്പുവെള്ളം എന്ന് പറയുന്ന ഒരു വണ്ടീൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അതായത് ഈ ബീച്ച് ഏരിയയിലുള്ള ഫ്ലാറ്റുകളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് തന്നെ ആ ഭാഗത്തുള്ള വണ്ടികളൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ വണ്ടീൻ്റെ എക്സ്റ്റീരിയർ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത്. അവിടെ ഓടുന്ന വെള്ളത്തിൽ വരെ, അതായത് വരുന്ന ബീച്ചിൽ നിന്ന് വരുന്ന കാറ്റിൽ വരെ ഉപ്പിൻ്റെ അംശമുണ്ട്, ഈർപ്പമുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാലോ. ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന വെള്ളത്തിൽ, അതായത് റോഡിലൂടെ ഓടുന്ന വെള്ളത്തിൽ വരെ ഉപ്പിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. ഗ്രാജ്വലി ഇതിൻ്റെ അണ്ടർ ബോഡിയിലൊക്കെ തുരുമ്പ് കയറും. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വണ്ടി, അവൻ്റെ വീട് ബീച്ച് ഏരിയയാണ്, കാറ്റടിക്കുന്ന ഏരിയയാണ്, അവിടെ ഫ്ലാറ്റ് ഉണ്ട്. നിങ്ങൾ ആ വണ്ടി ഒന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ എക്സ്റ്റീരിയർ ക്വാളിറ്റി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമായിരിക്കും. കാരണം അതിൻ്റെ ക്ലിയർ കോട്ടൊക്കെ നശിച്ചിട്ടുണ്ടാവും. ക്ലിയർ കോട്ടൊക്കെ പോയി ഇവർ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അല്ലെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ 5 കൊല്ലം വണ്ടീൻ്റെ കോലം മാറുമ്പോൾ തന്നെ വണ്ടി വാങ്ങി കൊടുത്തിട്ട് ഒഴിവാക്കും. അതായത് ഈ വണ്ടീൻ്റെ പ്രീവിയസ് ഓണർ അത് ഏത് ഏരിയയിലാണ് ഉപയോഗിച്ചതെന്നുള്ളത് അറിയേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. നമ്മളൊരാളുമായിട്ട് ഒരു വണ്ടീൻ്റെ പരസ്യം കണ്ടിട്ട് നമ്മൾ വിളിച്ച് സംസാരിക്കുന്ന ടൈമിൽ ആ വണ്ടീനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളടുത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ആ വണ്ടിയുടെ യഥാർത്ഥ ഓണറാണോ എന്നുള്ളത് ആദ്യം ചോദിക്കാൻ പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് അതാണ്.